ഞാൻ നിങ്ങളവിടെ കാണിക്കുന്നത് ഒരു ട്രേഡിങ്ങിൻ്റെ ഹിസ്റ്ററിയാണ്. നമ്മുടെ റോബോട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു മാസ കാലയളവിൽ ഇത് നിങ്ങൾക്കറിയാൻ നോക്കിയാൽ ഡെമോ അക്കൗണ്ടാണ്, ഒക്ടാഫെക്സിൻ്റെ ഡെമോ അക്കൗണ്ടാണ്. അതിനാണ് നമ്മുടെ ബോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് $1500 ആയിരുന്നു ആദ്യം ഇതിലുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി എതേറിയത്തിലൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ ട്രേഡ് ചെയ്തിരുന്നത്. അങ്ങനെ എതേറിയത്തിൽ ട്രേഡൊക്കെ ചെയ്ത് വലിയ ലോസൊക്കെ വന്ന് അങ്ങനെ ഈ അക്കൗണ്ട് $800 ചുരുങ്ങിയതിന് ശേഷം ഇതേ അക്കൗണ്ടിൽ തന്നെയാണ് പിന്നീട് നമ്മൾ റോബോട്ടിൽ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തി ഗോൾഡ് ട്രേഡിനിട്ടുകൊണ്ട് നമ്മൾ പുതിയ പരീക്ഷണം ആരംഭിച്ചത്. ആ അക്കൗണ്ട് പിന്നീട് പ്രോഫിറ്റ് കിട്ടിയത് 2300 ആ റേഞ്ചിൽ വരെ എത്തിയിരുന്നു. പിന്നീട് മാർക്കറ്റ് വല്ലാതെ താഴോട്ട് പോയ സമയത്ത് ഒരുപാട് ട്രേഡുകൾ ഇതേപോലെ ലോസ് വന്ന് 1300 ആ ഒരു റേഞ്ചിലേക്ക് വരെ പോയിരുന്നു. പിന്നീട് അത് വീണ്ടും പ്രോഫിറ്റ് കിട്ടി തിരിച്ചു വന്നു. ഇപ്പോൾ 1785 ആണ് ഇപ്പോൾ ഇതിലുള്ള ബാലൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഹിസ്റ്ററി. ഇന്നലത്തെ ട്രേഡാണ്. ഇതിൽ സെല്ലും ബൈയും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഈ സെല്ലൊക്കെ ഒരുപാട് ലോസ് വന്നതുകൊണ്ടാണ് ഇന്നലെ ലോസ് ഉണ്ടായത്. അത് കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം പരീക്ഷിച്ച ഒരു സംഭവമായിരുന്നു. ഇതിൻ്റെ ട്രെൻഡ് ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ടായിരുന്നു. അത് ഓണാക്കി വെച്ചാൽ ഇതിൽ ബൈ മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു. അപ്പോൾ സെല്ല് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി ആ ട്രെൻഡ് ഫിൽറ്റർ ഓഫ് ചെയ്തപ്പോൾ ഇതിലൊരുപാട് സെല്ലുകൾ എടുത്തു. അങ്ങനെ സെല്ലും ബൈയും എടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത പ്രോഫിറ്റ് $383. അതായത് ബൈയുണ്ട്, ഇതിൽ സെല്ലും ഉണ്ട്. ഇതിൽ തന്നെ സെല്ലിൽ പ്രോഫിറ്റ് കിട്ടിയത് നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇതിൻ്റെ താഴോട്ടേക്ക് പോയാൽ ലോസ് വന്നതും നമുക്ക് കാണാം. ഇതൊക്കെ സെല്ലിൽ വന്ന ലോസുകളാണ്. ബൈയിൽ വന്ന ലോസുകൾ വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ബൈയും സെല്ലും എടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പരീക്ഷണം നടത്തിയപ്പോൾ $383 കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ്. നമുക്കിതിൻ്റെ ഒരു ലാസ്റ്റ് മന്ത് എടുത്ത് പരിശോധിച്ചാൽ ഈ പറയപ്പെട്ട ലോസുകളും പ്രോഫിറ്റുകളൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ $235 പ്രോഫിറ്റാണ്. ഇത് ട്രേഡ് ചെയ്യാൻ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട എമൗണ്ട് $1000. അപ്പോൾ $1000 എന്ന രീതിയിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ നമുക്ക് ഒരു 25% അടുത്ത് പ്രോഫിറ്റ് കഴിഞ്ഞ മാസം എല്ലാ പരീക്ഷണങ്ങളും നമ്മൾ നഷ്ടസാധ്യതകളുടെ പരീക്ഷണങ്ങളടക്കം ഇതിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഡെമോ അക്കൗണ്ടിലല്ലേ പരീക്ഷണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരീക്ഷണം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു റോബോട്ട് ഈ ഒരു അക്കൗണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഇൻവെസ്റ്റർ പാസ്വേഡൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അത് വേറെ ചില കാരണങ്ങളാൽ അത് കൊടുത്താൽ ബുദ്ധിമുട്ടാകും എന്ന രീതിയിലാണ് നമ്മളത് ആ ഒരു സംവിധാനം വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഈ ഹിസ്റ്ററി ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് മന്ത് ഹിസ്റ്ററിയാണിത്. ഈ ലാസ്റ്റ് 3 മന്ത് ഹിസ്റ്ററി എടുത്താൽ നമ്മളിതിൽ ഡെപ്പോസിറ്റ് ചെയ്ത 1500 അടക്കം ഇതിൽ കാണാം. $1500 ഡെപ്പോസിറ്റ്, അതിൻ്റെ ലോസും പ്രോഫിറ്റും. അതായത് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ എതേറിയത്തിൻ്റെ ഹിസ്റ്ററി കൂടെ കാണാൻ പറ്റും. എതേറിയം ഇപ്പോൾ ഇവിടെ എതേറിയത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ എതേറിയം മാത്രം എടുത്ത് പരിശോധിച്ചാൽ $229 നമുക്ക് എതേറിയത്തിൽ മാത്രം ലോസായിരുന്നു. അങ്ങനെ ഒരുപാട് ലോസുകളൊക്കെ വന്ന് അക്കൗണ്ടിൽ 1500 ഉള്ളത് 800 ചുരുങ്ങുന്നത് വരെ പലതരം പരീക്ഷണങ്ങളും ഇവിടെ നടന്നിരുന്നു. അപ്പോൾ BTC പരീക്ഷിച്ചിട്ടുണ്ട്. $188 BTCയിൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററികളിൽ പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഈ റോബോട്ടിൻ്റെ പ്രധാന ഹിസ്റ്ററി അല്ല. അത് പിന്നെ ഗോൾഡിലേക്ക് മാറി ഗോൾഡുമായി ബന്ധപ്പെടുത്തി ആ റോബോട്ടിൽ വരുത്തിയ മാറ്റത്തിന് ശേഷമാണ് നമ്മൾ ഈ റോബോട്ടിൻ്റെ പെർഫോമൻസ് പ്രത്യേകമായി നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ശേഷമുള്ള പ്രോഫിറ്റ് ഈ ലാസ്റ്റ് മന്ത് എടുത്താൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. അത് $235. അതെല്ലാ ലോസും സ്റ്റോപ്പ് ലോസൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. സ്റ്റോപ്പ് ലോസും ടാർജറ്റും വരുന്ന റോബോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് വാഷ് ഔട്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. എങ്കിലും ട്രേഡിംഗ് എന്ന രീതിയിൽ നാശനഷ്ടങ്ങൾ നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അതറിയാം. ഇനി ഇതിപ്പോൾ ഡെമോ അക്കൗണ്ടാണ്. ഞാൻ മറ്റൊരു റിയൽ അക്കൗണ്ട് കൂടെ കാണിക്കണം. ഇത് ഒന്നര ആഴ്ചത്തെ ഹിസ്റ്ററിയാണ് ഈ അക്കൗണ്ടിനുള്ളത്. $500 ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ $24 പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച 12 മണിക്ക് ശേഷം എടുത്ത ട്രേഡും അതിൻ്റെ പ്രോഫിറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ദിവസത്തിൽ കാണിക്കുകയാണ്. ഇന്ന് ട്രേഡില്ലാത്ത ദിവസമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു വീക്കെൻഡ് എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ
ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീക്ക് പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം $411 പ്രോഫിറ്റാണ്. അതായത് ഇതൊക്കെ 0.01 ട്രേഡ്, ഗോൾഡിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിൽ കാണുന്നതൊക്കെ പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ താഴേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചതും നമുക്ക് കാണാം. ആ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചതിൻ്റെ ശേഷമുള്ള അതിൻ്റെ ഹിസ്റ്ററിയാണ് $411 നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ പ്രോഫിറ്റാണ്. ഇത് $500 ഡെപ്പോസിറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് മന്ത് എടുക്കുകയാണ്, ഞാൻ ആ ഡെപ്പോസിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. $500 ഇട്ടുകൊണ്ടാണ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ 1-2 ദിവസം ട്രേഡ് നടന്നപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് ഇത് $400 ചുരുങ്ങിയിരുന്നു ഈ അക്കൗണ്ട്. അങ്ങനെ വീണ്ടും കയറിയാണ് ഇപ്പോൾ അത് ആ നഷ്ടങ്ങളൊക്കെ നികത്തി 400 ചില്ലാൻ പ്രോഫിറ്റ് എടുത്ത് ഇപ്പോൾ 384 പ്രോഫിറ്റായി നിൽക്കുന്നത് ഈ ഒരു 1.5 ആഴ്ച കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഇതിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ ലാസ്റ്റ് മന്ത് എടുത്താലും ഇതിൽ നോക്കിയാൽ കാണാം ഡെപ്പോസിറ്റും ഇതിലുണ്ട്, വിഡ്രോവൽ ഇതിൽ ചെയ്തിട്ടില്ല. പ്രോഫിറ്റ് 384 അടക്കം ഇപ്പോൾ ബാലൻസ് 884 നമുക്കിവിടെ നോക്കിയാൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും കണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇനി നമുക്ക് ലാസ്റ്റ് വീക്കിലെ ഹിസ്റ്ററി എടുത്താൽ തന്നെ ഓരോ ട്രേഡും അതിലെ എൻട്രി ഇപ്പം നമുക്കറിയാം 0.01 ഒറ്റ ട്രേഡിൽ തന്നെ ഇവിടെ 29 പ്രോഫിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ കാണാം. അതേപോലെ തന്നെ അത് ടാർഗറ്റ് അടിച്ചതാണ്. TP എന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതാ 3229.40 ഇവിടെ കാണാം. സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു 3184 അങ്ങനെ ഓരോ ട്രേഡും ഇവിടെ നമുക്ക് നോക്കിയാൽ 19, 20, 18, 17, 15 പ്രോഫിറ്റ് 0.01 തന്നെ. അതായത് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ എൻട്രി പൊസിഷൻ എത്രമാത്രം കറക്റ്റാണ് എന്നുള്ളത് ഈ ഒരു പ്രോഫിറ്റിൽ നമുക്ക് മനസ്സിലാവും. അതായത് സാധാരണ പല റോബോട്ടുകളും ട്രേഡ് ചെയ്യുന്ന സമയത്ത് $0.5, $1, $2 പ്രോഫിറ്റ് വെച്ചുകൊണ്ട് ഒരുപാട് ട്രേഡുകൾ ഇട്ടുകൊണ്ടാണ് അത് 100, 500, 1000 പ്രോഫിറ്റാക്കി മാറ്റാറുള്ളത്. അതൊരു ഗെയിം കളിക്കുന്നത് പോലുള്ളൊരു ട്രേഡിംഗ് രീതിയാണ് അതൊക്കെ. ഇവിടെ നമ്മുടെ എൻട്രി അത്രയും കറക്റ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ മുമ്പ് TP അടിയണമല്ലോ, അപ്പോഴെല്ലാം നമുക്കത് കിട്ടുള്ളൂ. സ്റ്റോപ്പ് ലോസ് അടിഞ്ഞാൽ പിന്നെ നമുക്ക് ആ TP നമുക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഇട്ട സ്ഥലവും ടാർഗറ്റ് വെച്ച സ്ഥലവും അത്രയും കറക്റ്റായിരിക്കണം. എന്നിട്ട് മാർക്കറ്റ് ആ ഒരു ദിശയിലേക്ക് തന്നെ പോകുമ്പോഴാണ് നമുക്ക് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മൾ റോബോട്ടിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ എടുത്തതാണ്. ഇത് റിയൽ അക്കൗണ്ടാണ്. ഇതിൽ വിഡ്രോവലൊന്നും നടത്തിയിട്ടില്ല, പുതിയ അക്കൗണ്ടാണ്. കഴിഞ്ഞ ആഴ്ചയിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച അല്ല, അതിൻ്റെ മുമ്പുള്ള ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ചയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 1.5 ആഴ്ചയിലെ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റോബോട്ട് നമ്മൾ $200 കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് ആ റോബോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ റോബോട്ടിൻ്റെ ഫണ്ട് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ലാഭവും നഷ്ടവും ആ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അനുഭവിക്കണം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം അത് വാങ്ങി ട്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അത് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ഈ ട്രേഡിങ്ങിൻ്റെ നമ്മുടെ റോബോട്ടിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളെ കാണിക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്.